ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും നമ്മുടെ ചാനലിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കോപ്പിളിൽ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്. അപ്പോൾ എന്താണ് രാവിലെ എഴുന്നേറ്റ് ആൺകുട്ടിനൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. ഞാൻ ഏറ്റപടി ക്യാമറയും പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് നേറ്റ് പോയി ചായയൊക്കെ കുടിക്കണം. ഇന്നത്തെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോഴത്തേനും അപ്പു ദേണ്ട പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ വീഡിയോ കണ്ടിട്ടാട്ടോ, ക്യാമറ കണ്ടിട്ട് അവൻ ഇരുന്നുകൊണ്ട് ചിരിക്കുവാണ്. പോകുന്ന വഴി മുഴുവൻ ഞാൻ ക്യാമറ കൊണ്ട് നടക്കുവാന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം എന്നെ കളിയാക്കും. എന്നാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്തായാലും ഞാനിപ്പോൾ തുടങ്ങിപ്പോയല്ലോ. അപ്പം ഞാൻ പിന്നെ എൻ്റെ പരിപാടി അങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ ദേണ്ട അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ആദ്യക്കൊട്ടിനും കൂടെ ചുമ്മാ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ആ വണ്ടിക്കകത്തെല്ലാം തലേദിവസം മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ചുമ്മാ നോക്കിയതാണ്. അപ്പോൾ അതേണ്ട ഇവർ പോകാൻ ഇറങ്ങി. അപ്പം ഞങ്ങൾ കുറച്ചു നേരമൊക്കെ വെളിയിൽ കൂടെ തന്നെ ചുമ്മാ നടന്നു. എനിക്കാണെങ്കിൽ ഈ കൃഷി ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ആരിലും നട്ട് വെച്ചേക്കുന്നൊക്കെ പോയി നോക്കാനായിട്ടൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ചുമ്മാ അതിലേ നടന്ന് ഞാനും ആദ്യക്കൊട്ടിനോട് അമ്മയുടെ ചെടികളൊക്കെ പൂച്ചെടികളൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ അമ്മയ്ക്കും. അപ്പം അതൊക്കെ ചുമ്മാ ഒന്ന് നോക്കി നടന്നു. പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഏതായാലും ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദോശയും ചമ്മന്തിയും ആയിരുന്നു. അപ്പോൾ അതേണ്ട ഇതുപോലെ അമ്മ ചുട്ട് തരുമ്പോൾ അവിടെ നിന്നോണ്ട് തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ, ചൂടോടുകൂടി തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ട് ഞാൻ ഇങ്ങനെയായിരുന്നേ, അമ്മ ചൂടുമ്പോഴത്തേനും ഞാൻ കഴിക്കും, പിന്നെ ഞാൻ അമ്മയ്ക്ക് ചുട്ട് കൊടുക്കും. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഞാൻ ചുട്ടൊന്നും കൊടുത്തില്ല, അമ്മ ചുട്ട് തന്നു, ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പോൾ നേരെ കഴിച്ചിട്ട് പോയി കുളിക്കാൻ പറയുമായിരുന്നു. ഇച്ചിരി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ഞങ്ങൾ പോകാനൊരു പ്ലാനുണ്ട്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഞർക്കലക്കാവ് അമ്പലത്തിൽ വെള്ളിയാഴ്ച ദിവസം നമുക്കിവിടെ പൂജകളൊക്കെ ഉള്ള വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാം, വല്ലപ്പോഴും വരുമ്പോഴല്ലേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ പോവാൻ റെഡിയാവാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ശില്പയ്ക്ക് എന്തായാലും അമ്പലത്തിൽ ഇപ്പോൾ കയറാൻ കഴിയാത്തതുകൊണ്ട് അവൾ വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറയാം എല്ലാവർക്കും കൂടെ ഒരു രസം ചുമ്മാ പോകാം, നീ കാറിനകത്ത് എത്തുന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ തേണ്ട കടയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാണ്. അപ്പോൾ ആദ്യക്കുട്ടനും അച്ഛനോട് ഏതാണ്ട് സീക്രട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന എന്തോ കാര്യമാണ് അതൊക്കെയായിരുന്നു പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയെ കണ്ടില്ലേ. പിന്നെ ഞാൻ വിളിച്ച് കൂയിരുന്നാണെന്നപ്പോഴത്തേനും അമ്മ പറമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അമ്മ ഏതാണ്ട് കയറി പോയതാ. പിന്നെ നമ്മൾ പെൺപിള്ളേരെല്ലാം ഇങ്ങനെയാണല്ലോ, വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും അമ്മ പുറകെ ആണല്ലോ. ഹായ്. അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. ഇനിയിപ്പം ഞങ്ങളുള്ള നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഞർക്കരക്കാവ് ക്ഷേത്രം നമ്മുടെ തൊട്ടടുത്തുള്ളതാണ്, കൂപ്പിളിയമ്പലം എന്ന് പറയും. അപ്പം ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലൊന്ന് പോവുക. അമ്പലത്തിൽ പോയിട്ട് ഒത്തിരി നാളായി ഗൈസ്. അപ്പം അവിടെ പോയിരുന്നു എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ കൂപ്പിളിയമ്പലത്തിൽ പോയിട്ട് ഒത്തിരി കാലമായി. അപ്പം അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ പോവാണേ. എന്നാൽ ഒരുങ്ങിയേക്കാൻ ഓർത്ത് നോക്കിയപ്പോഴത്തേനും എൻ്റെ ഡ്രസ്സ് ഇരിക്കുന്ന പെട്ടി വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ അതും വലിച്ചെടുത്തോണ്ട് വന്ന് ദേണ്ട ഞാൻ റെഡിയായി. അപ്പം നോർമലി എന്നെ ഒരുക്കി ഇറക്കാൻ ഭയങ്കര പാടാന്ന് ഇവരുടെ എല്ലാവരുടെയും ഒരേ സ്വരത്തിലുള്ളൊരു കംപ്ലയിൻറ്റ്. പക്ഷെ ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ശില്പേനെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ നിന്നത്. അപ്പോൾ ശില്പേൻ റെഡിയായി വന്നു. ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണ്. ഹായ്. അപ്പൊ ഞങ്ങള് ദേണ്ട കൂപ്പിളിയമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പം ഞാൻ തന്നെ കാർ എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളൊരു പേടിയിൽ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ എന്നാൽ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ തന്നെ ഓടിക്കാനായിട്ടില്ല. എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഭയങ്കര പേടി കേട്ടോ. ഇവരാരും കയറത്തുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഓടിച്ചോളാം എന്നൊക്കെ. അങ്ങനെ എന്തായാലും തന്നെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയേ. അവർ നല്ല ഇവിടെ എല്ലാം ഇങ്ങനെ ഫുള്ള് തോട്ടം കേട്ടോ. ഞങ്ങളുടെ നാട് കൂടുതലും റബ്ബർ തോട്ടമാണ്, വേറെ സാധനമൊന്നുമല്ല. എവിടെ നോക്കിയാലും തന്നെ റബ്ബർ കാണും. നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു റബ്ബർ തോട്ടം കേട്ടോ. അപ്പോൾ അതെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലോട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം തേണ്ട അമ്മമ്മയുടെ കൂടെ ഇന്നിപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മയുടെ കൂടെ. പിന്നീട് ആരാ പറഞ്ഞേ, ഞങ്ങൾ അങ്ങനെ കൂപ്പിളി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ അമ്പലം. അതെ, അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും നാരങ്ങാ വിളക്ക് കത്തിക്കുന്ന ഒരു വഴിപാടുണ്ട്. ഞങ്ങൾ അതിന് നിന്നില്ല, കാരണം ഞാൻ ഓർക്കാതെ തലേ ദിവസം വെച്ച് ചിക്കൻ്റെ കറി കൂട്ടിപ്പോയി. അപ്പോൾ പിന്നെ അങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമല്ലോ. അപ്പോൾ ഓർക്കാതെ ഞാൻ കഴിച്ചു പോയി. അപ്പോൾ പിന്നെ അതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ നിന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ വരാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ വന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ നാരങ്ങാ വിളക്കൊക്കെ കത്തിക്കുമായിരുന്നു. ഒരു പ്രത്യേക ഐശ്വര്യം കേട്ടോ, നല്ലതാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്.
ഇത് ആദ്യക്കുട്ടനെ കാണിച്ചു തരാവേ. ആദ്യക്കുട്ടി വന്ന് സ്വന്തമായിട്ട് ചന്ദനം തൊട്ടാണ് കാണിച്ചു തരാം. ആദ്യക്കുട്ടി കാണിച്ചു കൊടുത്തേ. അപ്പൊ ഇതെന്നാന്ന് വെച്ചാണല്ലോ, അമ്പലത്തിൽ ഇങ്ങനെ കരിയും ചന്ദനവും ഒക്കെ നമുക്ക് തൊടാൻ പാകത്തിന് തന്നെ തൊടാനേ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യോട് ഞാൻ തൊട്ട് വരാന്ന് പറഞ്ഞേ കേൾക്കാതെ അവനെടുത്ത് നേരെ മൂക്കിലോട്ടല്ല കേട്ടോ തൊട്ട് വെച്ച്. അപ്പൊ അത് ഞങ്ങള് പറഞ്ഞു ചിരിച്ചവൻ അവനാകപ്പാടെ സങ്കടമായി. പിന്നെ ഞങ്ങൾ അതങ്ങ് വിട്ടു. പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് മഴ പെയ്തപ്പോഴത്തേനും. ഇത് അമൽജ്യോതി കോളേജ് ആട്ടോ. അപ്പൊ നമ്മളീ പോയ അമ്പലം അമൽജ്യോതി കോളേജിന്റെ തൊട്ടടുത്തുള്ള അമ്പലം കേട്ടോ, തൊട്ടിപ്പുറത്താണ്. തിരിച്ച് ഞങ്ങളുടെ കാറ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വേണ്ട ഫുള്ള് റബ്ബർ തോട്ടം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ കാഞ്ഞിരപ്പള്ളിയിലേട്ടോ പോകുന്നത്. പിന്നെ ഈ കാണുന്നത് കേട്ടോ മേരി ക്യൂൻസ് ഹോസ്പിറ്റൽ. ഇവിടെ കേട്ടോ നമ്മൾ മേലാഴികയൊക്കെ വരുമ്പോൾ പോകുന്നത്. പിന്നെ ആദ്യക്കൂട്ടം കുഞ്ഞായിരുന്നപ്പോഴും ഞാൻ ഇതുപോലെ പുതുപ്പള്ളിയിൽ നിന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു വിശ്വാസമുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പം നേരെ തന്നെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് പോകുമ്പം ഞങ്ങൾ ഇച്ചിരി മീൻ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പം അമ്പലത്തിൽ നിന്ന് നേരെ മീൻ മേടിക്കാൻ പോകാമെന്നൊന്നും ഓർക്കില്ല കേട്ടോ. ഞങ്ങൾ നാളെ തിരിച്ച് ബാംഗ്ലൂർ പോകുക. അപ്പോൾ അമ്മ ഇച്ചിരി മീനൊക്കെ തന്നു വിടാം, കറി വെച്ചൊക്കെ തന്നു വിടാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ പോവുക. മാത്രമല്ല ഇപ്പോൾ പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ പോകാനായിട്ടൊന്നും സമയമില്ല. അവിടെ അച്ഛനും അനിയനും ഒന്നും ഇല്ല, എല്ലാവരും കടയിലൊക്കെ പോയേക്കുക. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മത്തിയും കിളിയും പിന്നെ പീസ് മീനും മേടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കാറിനകത്ത് സ്മെല്ലൊന്നും ആവണ്ടെന്ന് ഓർത്ത് അമ്മയും ശില്പയും കൂടെ 2-3 കൂടിനകത്ത് 3-4 കൂടിലാക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒട്ടും സ്മെല്ലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേണ്ട ഇവക്ക് ബജ്ജി കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടപ്പുറത്ത് നല്ല ബജ്ജി കിട്ടുന്ന കടയാണ് ഇവർ പറഞ്ഞത്, ഇവർ മേടിക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കുറച്ച് ബജ്ജിയൊക്കെ മേടിച്ച്, ശില്പയുടെ പേരിലാണ് മേടിച്ചെങ്കിലും ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. ബജ്ജി കഴിക്കാനുള്ളത് അവിടുന്ന് ഞങ്ങൾ അങ്ങനെ കുറച്ച് ഏത്തക്കാപ്പോ, ഉള്ളിവട, പരിപ്പട അങ്ങനത്തെ കുറച്ചെല്ലാം മേടിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും ടേസ്റ്റ് തോന്നി കേട്ടോ. കട മാറി മാറി കഴിക്കുമ്പോൾ ഒരു രുചി തോന്നുന്നതാന്ന് തോന്നുന്നു. ഞങ്ങള് അതെ ആദ്യക്കുട്ടന് വേണ്ടിയിട്ട്, ആദ്യക്കുട്ടന് ഒരു ആവശ്യമില്ലാതെ അല്ലെ അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ഞങ്ങൾ വീണ്ടും പോവാം. വളരെ അത്യാവശ്യം. അതെ അതെ. ഇത് തലേ ദിവസം തന്നെ മാമനും മോനും കൂടെ തീരുമാനിച്ചു വെച്ചതാട്ടോ. ഇവൻ എന്തോ ടാങ്കറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ രാവിലെ തുടങ്ങിയതാ. അപ്പൊ പിന്നെ ശില്പയും അമ്മയും കൂടെ മേടിക്കാന്നും പറഞ്ഞുകൊണ്ട് ഇതേ ഒരു കടയിൽ കയറിയതാണ്. അപ്പൊ ഞാൻ അവനൊരു ലഞ്ച് ബോക്സ് ഒക്കെ നോക്കി, ഈ വർഷം തൊട്ട് ലഞ്ച് കൊണ്ടുപോകണം. അപ്പൊ അത് നോക്കിയതാ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു കൊട വാങ്ങിച്ചു. പിന്നെ എന്താണ്ടൊക്കെ ഞങ്ങൾക്ക് വേണ്ട പൊട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം ആകെപ്പാടെ പിണങ്ങി സങ്കടപ്പെട്ടിരിക്കുക, അവന് ടോയ് കിട്ടിയില്ല. അപ്പൊ അവിടുന്ന് പിന്നെ ബിൽഡിംഗ് സെറ്റ് എടുത്ത് കൈ വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും കടയിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുക. അപ്പം ഇവന് ഞങ്ങളമ്മയോടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വാശി പിടിപ്പിച്ച് എല്ലാം മേടിച്ച് കൊടുക്കരുതെന്ന്. പക്ഷേ എന്ന് ചെയ്യാനാ, പിള്ളേർക്ക് നാട്ടിൽ വരുമ്പോഴത്തേനും ഇതുപോലെ എല്ലാവരും മേടിച്ച് കൊടുക്കും. അപ്പോൾ ദേ അടുത്ത കടയിൽ പോയി കയറിയിട്ടുണ്ട്. ഇവിടുന്നും ആദ്യം ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ഒരു സാധനം കണ്ടത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഭാഗ്യത്തിന്. പിന്നെ നേരെ വീട് ചെന്ന്, അമ്മയാണെങ്കിൽ ആകെപ്പാട് ടെൻഷനിലായിരുന്നേ. അച്ഛൻ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേനും കറിയൊന്നും വെച്ചിട്ടില്ലേ. അപ്പോൾ അച്ഛന് ചോറ് കൊടുക്കണമല്ലോ. അപ്പോൾ വന്ന വഴിക്ക് ഇതേണ്ട മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. നല്ല കുടംപുളിയൊക്കെ ഇട്ട് കേരമീനായിരുന്നു തോന്നുന്നു കേട്ടോ. അതെ, കേരയോ മോതയോ ഏതോ ഒരു പീസ് മീനായിരുന്നു, അതും വെച്ചു. പിന്നെ അതേണ്ട മീൻ വെട്ടി തന്നപ്പോഴത്തേനും ഞാൻ അതിനകത്ത് മുളക് പൊടിയും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. മീൻ വെട്ടിയ ശില്പ കേട്ടോ. എനിക്ക് മീൻ വെട്ടാൻ അത്ര പാകമില്ല, അവൾക്കാണെങ്കിൽ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വെട്ടി. അപ്പം ഞാൻ ഈ മുളകെല്ലാം ഇങ്ങനെ കൈ വെച്ച് ചെയ്യുന്നതേ ആയിരുന്നില്ല. ഇന്ന് കൈയും വെച്ച് തിരുമിയിട്ട് എൻ്റെ കൈ നീറി പോകഞ്ഞ് പിന്നെ ഞാൻ ഈ പനിഞ്ഞിൽ മീൻ്റെ കിട്ടിയപ്പോഴത്തേനും സ്പൂൺ വെച്ചങ്ങ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേനും വേണ്ട ആദ്യക്കുട്ടൻ കളി തുടങ്ങി. ഇതാട്ടോ ഇവൻ ഇന്ന് മേടിച്ച സാധനം. ഇതെന്തോ കൺസ്ട്രക്ഷൻ സെറ്റോ ടൂൾ സെറ്റോ അങ്ങനെ എന്തോ സാധനമാണ്. എന്നാണെങ്കിലും സാധനം കൊള്ളാം കേട്ടോ. അവൻ കാണാതെ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടേനും ചോദിച്ചുകൊണ്ട് വന്ന് നിന്ന് എടുക്കുന്നതാണ് ഇത്. എന്നാന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിനൊന്നും ഒട്ടും താല്പര്യമില്ലനെ. അപ്പം പിന്നെ അനുവാദം ചോദിച്ചിട്ട് എടുക്കണമല്ലോ. അപ്പം ഞാനും കൂടെ കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരുന്നൊന്ന് നോക്കി ആ സാധനമൊക്കെ ഒന്ന് കളിക്കാൻ കൂടിയതാണ്. അപ്പം ഞങ്ങളിത് കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് നോക്കി കണ്ടപ്പോൾ നല്ല സാധനം കേട്ടോ. അവനും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ തൊപ്പിയും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പം ഇതിന് മുന്നിലും ഇവന് ഇതുപോലത്തെ മേടിച്ചിട്ടുള്ളത് തീരെ ചെറുതായിരുന്നേ. ഇത് നല്ലതാട്ടോ. ഇതിനെങ്ങാണ്ട് 250 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കാൻ എന്തെല്ലാം സാധനങ്ങളല്ലേ, ടോയ്സ് ഏതെല്ലാം ഐറ്റംസാ. നമുക്കൊക്കെ ആണപ്പോൾ ഇത്ര സാധനമൊന്നുമില്ല. കുഞ്ഞെന്തേലും പാവയോ അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെല്ലാം ടോയ്സ് അപ്പോഴത്തെ പിള്ളേരുടെ കണ്ടിട്ട് നമുക്കൂടെ കളിക്കാൻ തോന്നുക.
ഇതൊരു ടൂൾ സെറ്റ് ഇന്ന് മേടിച്ചത്. അതിനകത്ത് സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ മേടിച്ചതിന്റെ ചെറുതായിരുന്നു. ഇതെല്ലാം വലിയതായിട്ട് അത്യാവശ്യം ഇത് തൊപ്പിയും. അതാരെ വന്ന ഇനി അപ്പം ഞാനും അതുകൊണ്ടിവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും കേട്ടോ അച്ഛൻ വന്നത്. ഇന്നെന്തോ മഞ്ചോ എന്തോണ്ടോ കൊണ്ടുവന്ന് കൊടുത്തേ. അമ്മയാണെങ്കിൽ അടുക്കളയിൽ ധൃതി പിടിച്ച് ബാക്കി എന്തോ തോരനോ എന്തോ ഒക്കെ വെക്കും. ഏതായാലും മീൻകറി കഴിഞ്ഞപ്പോഴത്തേനും കേട്ടോ അച്ഛൻ വന്നത്. അതിൻ്റെ സമാധാനത്തിലാണ് അമ്മ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയാം. അപ്പം ഞാനും ആദ്യക്കുട്ടിനോട് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് പിണങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് പിന്നെ ഏത് നേരം ഉള്ളതാ. ഈ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടെന്ന് പറഞ്ഞ പോലെ ഞാനും ആദ്യം ഏത് നേരം ദിവസം എത്ര നേരം പിണങ്ങുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ കൂടും പിണങ്ങും അങ്ങനെയൊക്കെ തന്നെ. അപ്പം അമ്മ ചോദിക്കുമായിരുന്നു ഞാനൊരു അടിയൊക്കെ ഇട്ട് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന് വലിയ താല്പര്യമൊന്നും ഇല്ല. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.